ഹായ് ഓൾ വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചാറ്റ് ജി പി ടിയും എല്ലാം ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള കമന്റ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ നമുക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്ത് ഒരു അക്കൗണ്ടന്റിന്റെ വർക്ക് സ്മാർട്ട് വർക്കായി മാറ്റാമെന്ന് നോക്കാം. ഈ ഒരു കേസിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഡാറ്റ എക്സ്ട്രാക്ഷൻ, ഫിനാൻഷ്യൽ അഡ്വൈസിങ്, അതേപോലെ എക്സൽ സ്പെഷ്യലിസ്റ്റ്, ദെൻ ഇമെയിൽ ക്രാഫ്റ്റർ. ഇതിൽ ഫസ്റ്റ് ഡാറ്റ എക്സ്ട്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഡാറ്റ എക്സ്ട്രാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ ബൾക്കായിട്ട് പർച്ചേസ് ഇൻവോയ്സസോ അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സസോ ഒക്കെ ഉണ്ട്. അപ്പം അതൊരാൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കും. അതേപോലെ തന്നെ അതിലൊരു ക്ലറിക്കൽ എറേഴ്സ് ഇൻവോൾവ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഈ ക്ലറിക്കൽ എറേഴ്സ് ഒക്കെ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക 1 ഇയറിന് ശേഷം ഓഡിറ്റിൻ്റെ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കേസിൽ ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്ത് ഇറേഴ്സ് കുറയ്ക്കാം, അതുപോലെ നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്നതും എങ്ങനെ നമുക്ക് കുറവാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഫയൽസ് എല്ലാം ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഫീൽഡ് വേണോ ആ ഫീൽഡ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പർച്ചേസ് ബില്ലാണെങ്കിൽ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയർ നെയിം, അതേപോലെ ഐറ്റംസിന്റെ നെയിം, ക്വാണ്ടിറ്റി, റേറ്റ്, ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഫോർമാറ്റിലേക്ക് ചാറ്റ് ജി പി ടി അത് എക്സ്ട്രാക്ട് ചെയ്ത് തരും. ഇപ്പം നമ്മൾ എക്സൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സലിലേക്ക് തരുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്താൽ മതി, ആ എക്സൽ ഫയൽ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നേരിട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ടാലി ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഹോ ബുക്സ് പോലുള്ള സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള PDF വേറെ ഫയൽസും നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബാങ്കിൽ നിന്നും എക്സൽ ഫോർമാറ്റിലാണ് കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതും ഇതേപോലെ തന്നെ ചാറ്റ് ജി പി ടിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഫീൽഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ പറയുന്ന ഫോർമാറ്റിലേക്ക് തന്നെ ചാറ്റ് ജി പി ടി നമുക്ക് ഈ ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നുണ്ടാവും. അതും നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഫയല് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പം ഡാറ്റ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതിപ്പോൾ നമ്മളൊരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് എന്ന് പറയുന്നത് പർച്ചേസ് ബില്ലിന്റെ കേസിലാണ്. നമുക്ക് പർച്ചേസ് ബിൽസിൽ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫയൽസ് ഇമ്പോർട്ട് ചെയ്തെടുത്ത് ആ ഇമ്പോർട്ട് ചെയ്ത ഫയൽ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇറേഴ്സും കുറയും, അതേപോലെ നമ്മുടെ ആ ടൈമും ആണ് അവിടെ സേവ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ആണ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം റേഷ്യോ അനാലിസിസ്, അതേപോലെ തന്നെ മന്ത്ലിയുള്ള MIS റിപ്പോർട്ട്സിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് ഈവൻ ദോ നമുക്ക് റേഷ്യോ അനാലിസിസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഫിനാൻഷ്യൽസിന്റെ മോർ ഇൻസൈറ്റ്സ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ജി പി ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പം നമുക്കൊരു MIS റിപ്പോർട്ട്സിന്റെ സമയത്തൊക്കെ ഇതുകൂടെ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ മാനേജ്മെന്റ് കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആവും നമ്മുടെ വർക്കിൽ. അപ്പം ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിന്റെ ആ ഒരു സ്മാർട്ട്നെസ് കൂടുകയാണ് ചെയ്യുന്നത്. ജേർണൽ എൻട്രി പോസ്റ്റിംഗിലും ചാറ്റ് ജി പി ടിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇതുപോലെ ആ ഒരു സെനാരിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ജേർണൽ എൻട്രി എന്താണെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി നമുക്ക് ജേർണൽ എൻട്രി ഇവിടെ പ്രസന്റ് ചെയ്ത് തരുന്നുണ്ടാവും. അതനുസരിച്ച് നമ്മൾ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഞാനൊരു പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ റിക്വസ്റ്റ് ചെയ്തതാണ്, അതിന്റെ എൻട്രി ആക്യുറേറ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. അടുത്ത് വന്നിട്ട് എക്സൽ സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് എക്സൽ ഫോർമുലാസ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ. ഇപ്പോൾ ഡാറ്റ നമുക്ക് ബൾക്കായിട്ട് കിട്ടുന്ന സമയത്ത് അതൊന്ന് ഗ്രൂപ്പ് ചെയ്യാനാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണെങ്കിലും അതേപോലെ അത് നമുക്ക് മാനേജ്മെന്റിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സിറ്റുവേഷൻസിൽ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പോയിന്റ് ആണ് ഇമെയിൽ കോപ്പി റൈറ്റർ എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമെയിൽസ് ചെയ്യേണ്ട ആ ഒരു ആവശ്യം ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും വരാറുണ്ട്. നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഒരു 2-3 കൊല്ലങ്ങൾക്കൊക്കെ മുന്നേ ആണെങ്കിൽ ഇമെയിൽസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം ഡിജിറ്റൽ കാലഘട്ടമാണ്. അതേപോലെ തന്നെ എല്ലാവരും മെയിൽസ് ഒക്കെ അയക്കുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ഒരു പേയ്മെന്റ് ഡ്യൂ ആണെങ്കിലും കസ്റ്റമറിന്റെ സ്റ്റേറ്റ്മെന്റ് അയക്കാനാണെങ്കിലും ഒക്കെ മെയിൽസ് അയക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചാറ്റ് ജി പി ടിന്റെ അടുത്ത് നിന്ന് മെയിൽ കണ്ടന്റ് റിക്വസ്റ്റ് ചെയ്തെടുക്കാം. ആ മെയിൽ കണ്ടന്റ് നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് നമുക്ക് ക്ലയന്റിന് മെയിൽ ചെയ്യാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ചാറ്റ് ജി പി ടി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു സെനാരിയോയാണ് നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒരിക്കലും നമ്മൾ ചാറ്റ് ജി പി ടിക്ക് കൈമാറരുത്.
കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതൊരിക്കലും നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. ഇവിടെ ഒരു എക്സാമ്പിളാണ് സാംസങ് കമ്പനി അവരുടെ എംപ്ലോയീസ് ഇതുപോലെ കോഡ് ലീക്ക് ചെയ്തപ്പം ചാറ്റ് ജി പി ടി ബാൻ ചെയ്തു എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ആണ്, നമ്മൾ ചാറ്റ് ജി പി ടിനെ 100% ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഒരു ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളത് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം നമ്മുടെ ഫിസിക്കൽ ബിൽസുമായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പർച്ചേസ് ബിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തു, അത് നമുക്ക് എക്സലിലോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്രോസ് ചെക്ക് ചെയ്യണം. കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.